H1N1 മഞ്ഞപ്പിത്തവും മലമ്പനിയും എല്ലാം നിൽക്കുമ്പോഴായിരുന്നു ആശങ്കയേറ്റിക്കൊണ്ട് നിപ്പ എത്തിയത്. പക്ഷെ അതിനെ നമ്മൾ അതിജീവിച്ചു. നമ്മുടെ ചോദ്യം എത്തി നിൽക്കുന്നത് നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളിലേക്കാണ്. ജില്ലയിലെ ആരോഗ്യ സംവിധാനം സുസജ്ജമാണോ? പര്യാപ്തമായ സൗകര്യങ്ങൾ നമുക്കുണ്ടോ? അത് കണ്ടു തന്നെ അറിയണം. ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്ന മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് തന്നെ തുടങ്ങാം. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് എക്സ്റേ എടുക്കണമെങ്കിൽ ഒന്ന് വളഞ്ഞു ചുറ്റണം. മഴയും വെയിലുമൊക്കെ കൊണ്ടാണ് രോഗിയെ സ്ട്രക്ചറിലും വീൽ ചെയറിലുമൊക്കെയായി എക്സ്റേ എടുക്കാനായി എത്തിക്കുന്നത്. സാധാരണഗതിയിൽ അത്യാഹിത വിഭാഗത്തോട് ചേർന്നാണ് റേഡിയോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. എന്നാൽ ഇവിടെ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെയും അത്യാഹിത വിഭാഗത്തിൻ്റെയും എല്ലാം 200 മീറ്റർ അകലെയാണ് റേഡിയോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. ഒരു റാമ്പ് നിർമ്മിച്ചെങ്കിലും തീരാവുന്ന പ്രശ്നം പക്ഷേ അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നാണ് പരാതി ഉയരുന്നത്. ഇത് സാധാരണക്കാരൻ്റെ ഒരു ഹോസ്പിറ്റലാണ്. കാരണം ഇതിനെതിരെ ഒരുപാട് ശബ്ദങ്ങൾ ഉയർന്നിട്ടും ആശുപത്രി പറയുന്നുണ്ട് ഞങ്ങളതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നുള്ളത്. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് തന്നെ വർഷങ്ങളായി. മഴ പെയ്ത് കഴിഞ്ഞാൽ കുട ചൂടിപ്പോകേണ്ട ഒരവസ്ഥ, വെയിലാണെങ്കിൽ ആ വെയിൽ കൊണ്ടുപോകേണ്ട ഒരവസ്ഥ. രോഗികൾക്ക് വലിയൊരു ദുരിതം തന്നെ എന്ന് നമുക്ക് പറയാം. രോഗികൾക്ക് ആനുപാതികമായുള്ള കിടക്കകളോ മഞ്ചേരി മെഡിക്കൽ കോളേജിലില്ല. ഞാനുള്ളത് മലപ്പുറം നഗരത്തിൽ ഏറ്റവും അധികം ആളുകൾ ആശ്രയിക്കുന്ന താലൂക്ക് ആശുപത്രിയിലാണ്. എന്നാൽ ഈ ആശുപത്രിയിലെത്തിയാൽ നമ്മുടെ ജീവന് മറ്റെന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ചിന്തയാണ്. തലയ്ക്ക് മുകളിൽ തന്നെയുണ്ട് ഭീഷണി. താലൂക്ക് ആശുപത്രിയുടെ ഈ ശോചനീയാവസ്ഥ അന്നും നമ്മൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചു. അതിനുശേഷം താൽക്കാലികമായി രോഗികളെ മാറ്റി. എന്നാലും ശാശ്വത പരിഹാരം ഇന്നും അകലെയാണ്. തകർന്നു വീഴാറായ മലപ്പുറം താലൂക്ക് ആശുപത്രിയിലെ കോൺക്രീറ്റ് പാളികൾക്ക് കീഴിൽ നിൽക്കുന്ന ജീവനക്കാർക്കും രോഗികൾക്കും ഭയമാണ്. സർക്കാർ സംവിധാനമാണ്, പരിമിതികൾ ഉണ്ടാകുമെന്നൊക്കെ പറയുമ്പോഴും ജീവന് തന്നെ ഭീഷണിയായ ഒരു ആശുപത്രി കെട്ടിടം ജില്ലയിലെ കാഴ്ചയാണ്. ഏറ്റവും അധികം ജനസംഖ്യയുള്ള മലപ്പുറത്തെ ആരോഗ്യ സംവിധാനത്തിനാണ് അടിയന്തര ചികിത്സ വേണ്ടത്. പ്രജോഷ് കുമാറിനൊപ്പം അരുണമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.